ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫെമീസ് ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ ലഞ്ച് വ്ളോഗാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കുറുമയുടെ റെസിപ്പി ഉണ്ട് ഇതിൽ. പിന്നെ പെർഫെക്റ്റായിട്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുണ്ട്. ഇതിന് മുമ്പ് ഞാനിട്ട ഡേ ഇൻ മൈ ലൈഫില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണിത്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. എങ്കിൽ എൻ്റെ വീഡിയോസും ചാനലും എല്ലാവർക്കും എത്താൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ അതും വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ ചെയ്യേണ്ട ജോലികൾ, തിരക്ക് പിടിച്ച് ചെയ്യേണ്ട പണികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് മെല്ലെ റിലാക്സ് ആയിട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ എപ്പോഴും നടക്കാറില്ല കേട്ടോ. ഇക്കാക്ക് ഓട്ടവും തിരക്കും ഒക്കെ കാണും. ഞാൻ എൻ്റെ പണികളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനാണ് കൂടുതലും സംസാരിക്കാറ്. ഇക്ക അധികവും കേട്ടിരിക്കലാണ്. അധികം സംസാരിക്കുന്ന ടൈപ്പല്ല കേട്ടോ. എൻ്റെ ഈ ഒരു കത്തിയടിയും ചളിയും ഒക്കെ സഹിച്ചിരിക്കുകയാണ്. ചായ കുടിച്ച് കഴിയുമ്പോൾ എണീറ്റ് പോകുമല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ ചായയുടെ കൂടെ കഴിച്ചത്. ഞങ്ങളിവിടെ ഇതിനെ തേങ്കുഴലെന്നാണ് പറയാം. ഉത്സവപ്പറമ്പിലും ഈ ഒരു പള്ളിയുടെ ഉറൂസൊക്കെ നടക്കൂലേ, അവിടെയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്ന കാണാറില്ലേ, ആ ഒരു സംഭവം ഇത്. ഇവിടെ അടുത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ പെരുന്നാളോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടപ്പോൾ മക്കൾക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്ക വാങ്ങി വന്നതാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ തേൻകുഴലിൽ നിന്ന് തന്നെയാണോ പറയാറ്? വേറെ പേരാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ടിന്നിൽ എങ്ങനെ അടച്ചു വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുറുമയ്ക്കായിട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ, ബീഫ് കുറുമ ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് അധികം തന്നെ, അതായത് ഇതിപ്പോൾ 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഒരു 1/2 കിലോളം ഞാൻ കുറുമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി സാധാരണ നമ്മുടെ നോർമൽ പെരട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. മോളും കൂടി എന്നെ ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനിതിലേക്ക് 5 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 എണ്ണം കുറുമയിലേക്കും പിന്നെ ഒരു 3 എണ്ണം മറ്റേ നമ്മുടെ ബീഫ് പെരട്ടിലേക്കും വേണ്ടി എടുത്തിട്ടുള്ളതാണ്. 2ൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കുറുമയിലേക്കാണ് കേട്ടോ. കുറുമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളി മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. പേസ്റ്റ് ആണെങ്കിൽ അതും മതി. പിന്നെ ബീഫ് പെരട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു പകുതി സവാളയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിൽ ബീഫ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബീഫ് കുറുമയിലേക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ഒരു 7-8 എണ്ണം ചേർത്ത് കൊടുക്കുക. അല്ല, എരിവ് കുറവാണ് പച്ചമുളകിനെങ്കിൽ നിങ്ങൾ പെപ്പർ പൗഡറില്ലേ, അത് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തന്നെ ഇതിലേക്ക് 1/2 മുതൽ ഒരു 3/4 ടീസ്പൂൺ, അരയും ഒരു അല്പവും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, ഗരം മസാലയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അല്പം ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയില്ലേ, അതിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് വരും, ഒരു 1/2 ടീസ്പൂണും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ 2 സവാള, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 hour നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് പെരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നേരത്തെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പകുതി സവാളയും ചേർത്തില്ലേ കുക്കറിലേക്ക്, അതിലേക്ക് ഈ ഒരു സ്പൈസസ് ഇട്ട് കൊടുക്കാം. 4-5 ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ട് 4-5 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ബീഫിൻ്റെ അളവിലേക്കാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി 4-5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടികളും ബീഫും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് രമ്പയില കൂടി ഇതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്.
ഈ ഒരു ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വിസിൽ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ മസാല ഇതുവരെ റെഡിയാക്കിയിട്ടില്ല, ബീഫ് വേവിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ പകുതി സവാളയല്ലേ ചേർത്തത്, ബാക്കി ഒരു 3 സവാളയിൽ 2.5 സവാള ബാക്കിയുണ്ട്. അപ്പോൾ അതും പിന്നെ ഒരു 4-5 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ബാക്കി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ബീഫ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയുണ്ട്, അപ്പോൾ തലേദിവസത്തെ ശുവപ്പത്തിൻ്റെ മാവും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചുട്ടെടുക്കണം. ഇന്നത്തെ ആവശ്യത്തിലേക്ക് വേണ്ടിയുള്ള മാവ് എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി മാവ് ഉപ്പൊന്നും ഇടാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ ഉപ്പ് ചേർക്കുമ്പം. അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതാ ബീഫ് പെരട്ടിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒരു ബീഫ് പെരട്ടിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു സവാള വഴറ്റുന്നതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിനിടയിൽ ഫാസ്റ്റായിട്ട് ഞാൻ ദോശയും കൂടി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാമല്ലോ. അപ്പോൾ സവാള ഒരു 1/4 ഭാഗത്തോളം വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ ചേർത്ത് കൊടുത്തില്ലേ ആ ഒരു പൊടികൾ തന്നെയാണ്. അത് ഒരു 1/4 ടീസ്പൂണും താഴെ പൊടികൾ വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നല്ല വഴന്നതിന് ശേഷം നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടാവും, ആ ഒരു സമയത്ത് ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബീഫ് അതിൻ്റെ വെള്ളത്തോടു കൂടി നമ്മൾ ഈ ഒരു വഴറ്റിയ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ ഒരു ബീഫ് പെരട്ട് തയ്യാറാക്കാനായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. അപ്പോൾ ബീഫിന് വേവ് ബാക്കി ഉണ്ടെങ്കിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ബീഫൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് തന്നെ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ബീഫ് കുറുമയിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചില്ലേ ആ ഒരു ബീഫ് കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വേകാനായിട്ട് ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ബീഫിൽ നിന്ന് വെള്ളം ഊറി വന്നോളും. പിന്നെ ഞാൻ വെച്ചിട്ട് കുറച്ച് നേരമായി, അപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമായി, മക്കൾക്കൊക്കെ വിശപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ബീഫ് പെരട്ട് റെഡി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ദോശ കഴിക്കുകയാണ്. പിന്നെ തലേ ദിവസത്തെ പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ മക്കൾക്ക് പിന്നെ അതാണ് ഇഷ്ടം. അപ്പോൾ അവർ ദോശ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കും ഇക്കാക്കുള്ളത് മാത്രമേ ചുട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുറുമയുടെ പണികൾ ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഇനി വലിയ പണിയൊന്നുമില്ല, കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത്ര ആയിക്കഴിയുമ്പോൾ നമ്മൾ കുറുമ റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പ പരിപാടിയാണല്ലോ, നമുക്ക് എളുപ്പത്തിൽ കറികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനങ്ങനെ തേങ്ങ അരച്ച് ചേർത്തതാണ്. ഇനി അടുത്തത് ഗീ റൈസ് കൂടി ഉണ്ടാക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ഗീ റൈസ് റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ഇത് ഞാൻ നെയ്യോടൊപ്പം അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സ്പൈസസ്, സവാള എല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് വഴറ്റിയെടുക്കുകയാണ്. അല്പം വലിയ ജീരകം ഇല്ലേ, പെരിഞ്ജീരകം, അതുകൂടി ചേർത്തിട്ടുണ്ട്. അധികം ബ്രൗൺ നിറമൊന്നും ആവരുത്, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. തീരെ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അരിയുടെ നിറം മാറിപ്പോവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അരി എടുക്കുകയാണ്. നല്ല കുഞ്ഞരിയാണ് കേട്ടോ, ജീരകശാല റൈസാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്, കുതിർക്കാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനിടയിൽ കുറുമയിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ലേ, അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കണം കേട്ടോ. ഒരു 5-6 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് അരച്ചതിന് ശേഷമാണ് നമ്മളിത് കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോഴേക്കും കറിക്ക് ഒരല്പം തിക്നെസ് കൂടെ കിട്ടും, നല്ലൊരു എന്താ പറയുക കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്, ഒരല്പം മാത്രമേ ചേർക്കാവൂ. ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അതിൽ നമ്മൾ വേവിക്കുമ്പോഴേക്കും വെള്ളം ഊറി വരുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് തിള പൊട്ടിയ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴേക്കിത് ഗീ റൈസിൻ്റെ ഉള്ളി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരി വേവിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒരല്പം ഊന്നി നിൽക്കണം, കുറച്ച് മുമ്പിൽ നിൽക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ ബീഫ് കുറുമയും ഒന്ന് തിള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ട്. കടുക് ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കടുക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കാണുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബീഫ് കുറുമയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ അരിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കോരുകയാണ്. നമുക്ക് ഗീ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ബീഫ് കുറുമയിലേക്ക് താളിച്ച ആ ഒരു ചട്ടി ചൂടായി തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നട്ട്സും കിസ്മിസും ഒക്കെ അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ക്യാരറ്റും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് പരത്തിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ അതാ റൈസിലെ വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതുപോലെ ചോറൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ താളിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റും കിസ്മിസും നട്ട്സും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില പുതിനയിലൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് റൈസായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ട് അതൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ബീഫ് കുറുമ സെർവ് ചെയ്യാം. ഈ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാവർക്കും പൊതുവെ എരിവുള്ള കറികളാണ് ഇഷ്ടം. അതോടൊപ്പം നല്ല നിറവും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ എരിവ് കുറച്ച് കൂടുതലാണ് ഇട്ടിട്ടുള്ളത്. തേങ്ങ അരച്ച് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങയുടെ 2ാം പാലിൽ ബീഫ് വേവിച്ചതിന് ശേഷം 1ാം പാലൊഴിച്ച് നമുക്ക് ഒന്ന് തിളപൊട്ടിയതിന് ശേഷം ഇറക്കാം. അപ്പോൾ കുറേ കൂടി വൈറ്റ് നിറമൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.